ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ലണ്ടൻ ഡയറീസിൽ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത്. അത്യാവശ്യം കുറച്ചേറെ കാഴ്ചകൾ കണ്ടൊരു ദിവസമായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസം. രാവിലെ എണീറ്റ് ഇതാ ഈ ഒരു വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു. ഞങ്ങൾക്ക് 11 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത് റൂം. അപ്പം അതിന് മുന്നേ ഒരു ബേസിക് ചായയൊക്കെ കുടിച്ച് ഈ ഹോട്ടലിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം എന്നുള്ളൊരു പ്ലാനിലാണ്, അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിന് പോകാം എന്നുള്ളൊരു പ്ലാനിലാട്ടോ. അപ്പം എല്ലാവരും കുറച്ച് എനർജിയോടുകൂടിയാണ് എണീറ്റ് വന്നിരിക്കുന്നത്, കാരണം നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മുടെ കോഫി പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഷൊക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ കോഫി ഇടാൻ എനിക്ക് ആൾക്കാരുള്ളതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇന്നും രാവിലെ ബെഡ് കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കോഫി കുടിച്ചിട്ട് വേണം നമുക്ക് നടക്കാനായിട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഞാൻ പറഞ്ഞതുപോലെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ചെറിയ കോസ്റ്റ്യൂമിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ മോർണിംഗ് വാക്കിന് പോകാം കേട്ടോ. അപ്പം മോർണിംഗ് വാക്കിന് പോയപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങാറ്. എന്നാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതായത് ഈ ഹോട്ടലിൽ വണ്ടിയായിട്ട് വരുന്നവർ പാർക്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന ഏരിയ ആണിത്. അതാണ് ബാക്ക് സൈഡ്. ബാക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് വ്യൂ. അപ്പം നമ്മുടെ റൂം ഒരു സൈഡിലേക്കാണ് അതിൻ്റെ വ്യൂ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ആ ഒരു ലേക്ക് പോലത്തെ ഏരിയയും ആ കിടക്കുന്ന ബോട്ടുകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ബെയിലി ബ്രിഡ്ജൊക്കെ പോലത്തെ ആ ഒരു ടെക്സ്ചറിലുള്ള ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ നമുക്ക് തേംസ് നദി കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള വെള്ളം ഇവിടേക്ക് നിലനിർത്തിയിട്ടാണ് ഈ ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ്, അല്ലെങ്കിൽ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ ചില ബോട്ടുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. ചിലപ്പോൾ അവരുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും, അവരുടെ റൂംസിൽ നിന്നൊക്കെ വന്നിട്ട് ഇതുപോലെ ബോട്ടിലിരുന്നിട്ടാണ് അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ഈ കാണുന്നത് പല ബിൽഡിങ്സ് നമുക്കിവിടെ ഇതിൻ്റെ ചുറ്റും കാണാൻ പറ്റും. ഇതെല്ലാം സ്റ്റേ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഹോട്ടലുകളാണ്. ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ അതുപോലെ തന്നെ ഒരുക്കി ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ടൂറിസ്റ്റിനെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പല ടൈപ്പിലുള്ള ചെറിയ റേറ്റ് തൊട്ട് വലിയ റേറ്റ് വരെയുള്ള പല ടൈപ്പിലെ ഹോട്ടൽസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അത് കൂടാണ്ട് ഈ ലേക്കിനകത്ത് 1-2 ബോട്ടിൻ്റെ പോലെയുള്ള, എന്നത് ഒറിജിനൽ ബോട്ട്സ് അല്ല, ബോട്ടിൻ്റെ ഷേപ്പിൽ റൂംസുകൾ സെറ്റ് ചെയ്തിട്ട് അവിടെയും ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവർ വെക്കേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും ഒറിജിനൽ ബോട്ട്സ് അല്ല. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ബോട്ട് ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ചില റൂംസ്. അപ്പോൾ ഇത് കിടക്കുന്നതും വെള്ളത്തിലാട്ടോ. അപ്പോൾ ഈ വെള്ളത്തിന് മുകളിലാവുമ്പോൾ ആ ഒരു ഫീലിംഗ്, അതായത് ഒരു ബോട്ട് ഹൗസിൽ താമസിച്ചൊരു ഫീലിംഗ് ഒക്കെ കിട്ടും. പിന്നെയുള്ള പ്രത്യേകത, ഒരുപാട് ഇതുപോലത്തെ കുഞ്ഞു 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 പാലങ്ങളുണ്ട്. അതായത് ഇതുപോലെ വെള്ളത്തിന് മുകളിലൂടെ ചെറിയ ചെറിയ പാലങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് ഒരു സർക്കിൾ ഫോം ചെയ്തേക്കുക. അതായത് നമ്മൾ താമസിച്ച ടവർ ഹോട്ടലിൻ്റെ ഒരു സറൗണ്ടിങ് ആണ് കാണുന്നത്. അതായത് നമ്മളൊരു റൈറ്റ് സൈഡിലൂടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അകത്ത് തിരിച്ചെത്തുന്നിടം വരെയുള്ള ഒരു വാക്കിംഗ് ഏരിയ ആണ് കാണിക്കുന്നത്. അപ്പം നല്ല മനോഹരമായിട്ട്. അപ്പോൾ ഇവിടെ പലതരത്തിൽ ഫുഡുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, പിന്നെ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നല്ല മനോഹരമായ കാഴ്ച. നമ്മൾ ഏതൊരു ടൈമിൽ പോയി, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി 10 മണിക്കായതുകൊണ്ട് നമ്മൾ ഈവൻ ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും നമുക്ക് നടക്കാനും കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് കാഴ്ചകൾ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ചെന്നപ്പം ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങൾ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞെങ്കിലും ഒരു പെർഫെക്റ്റ് മോർണിംഗ് വാക്കൊന്നും അല്ല നമ്മുടേത്.
നമുക്ക് ജസ്റ്റ് കാണുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് ആൾക്കാർ ഒരു റിയലായിട്ട് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് മോർണിംഗ് വാക്ക് ചെയ്യുന്നതും ബേൺ ഔട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടു. അപ്പം നമ്മൾ നമ്മുടെ ഒരു വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. നമ്മളൊരു 10:30 വരെയൊക്കെ പുറത്തോടെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ റൂമും ഈ പരിസരമൊക്കെ ഒരുപാട് മിസ് ചെയ്യും, ഉറപ്പായിട്ടും മിസ് ചെയ്യും. അപ്പോൾ എന്നാലും നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പെട്ടി പ്രമാണങ്ങളൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് പെർഫെക്റ്റായിട്ടൊരു ലക്ഷ്യമൊന്നുമില്ല, എങ്ങോട്ട് പോകണം എന്ന്, എന്ത് കാണണം എന്ന്. ഒരു റഫ് ഐഡിയ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, 11 മണിയായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടി ബ്രഞ്ചാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട മലയാളീസിൻ്റെയൊക്കെ ഉള്ള ആ ചെറിയ ചെറിയ എന്താ പറയുക ഫുഡ് സ്റ്റോൾസ് ഒക്കെ നമ്മൾ പോയി നോക്കി. അപ്പോൾ അവരാരും തുറന്നിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് വിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. അപ്പം ഇന്നലെ രാത്രിയിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച കോട്ടയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പാസ് എടുത്തു. അതായത് പാസ് എന്ന് പറയുന്നത് ബോട്ട് സർവീസ് പ്ലസ് ബസ്. അതായത് ബസ്സിലൂടെയും സ്ഥലം കാണാം നമുക്ക്, ബോട്ടിലൂടെ ½ ആൻ അവർ നമുക്ക് സ്ഥലങ്ങൾ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും ആ പാസ് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടിയപ്പോൾ നമ്മളത് എടുക്കുകയാണ് ചെയ്തത്. കാരണം എന്തായാലും നമ്മൾ എപ്പോഴും ലണ്ടനിൽ വന്ന് ഫുൾ കറങ്ങി കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പം കാണാൻ പറ്റുന്ന പല കാര്യങ്ങളും കണ്ടു തീർത്ത് തന്നെ പോകാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മളെടുത്തിരിക്കുന്നത് സിറ്റി ക്രൂയിസറാണ്. സിറ്റി ക്രൂയിസറിൽ നമുക്ക് അരമണിക്കൂറാണ് തരുന്നത്. അരമണിക്കൂറിൽ നമുക്ക് ഒരു ഫുൾ സൈഡ് ലണ്ടൻ്റെ ആ തേംസ് നദിയുടെ കരകളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ സിറ്റി ക്രൂയിസറും ഹിപ്പ് ഹോപ്പും അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, ഞാൻ പറയാം, വോയിസ് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. അങ്ങനെ ഒരു ബസ്സും കൂടെയാണ് സർവീസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിൽ നിന്ന്, അതായത് ഈ ബോട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഈ ക്രൂയിസറിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും. ആ ബസ്സിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോയത് 24 ഹവേഴ്സാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ വാലിഡിറ്റി. നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ടിയിരുന്ന സിറ്റി ക്രൂയിസറിൽ നമ്മളെ കയറ്റിയില്ല. നമുക്ക് നല്ല വിഷമമായിട്ടോ, നമ്മൾ കറക്റ്റ് ഓടി വന്നിട്ട് പോലും നമ്മളെ കയറ്റിയില്ല. പിന്നെ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ ലാസ്റ്റ് പോയി അതിൽ കയറിയാൽ നമുക്ക് എന്തായാലും കറക്റ്റായിട്ടൊരു സീറ്റിങ്ങും പൊസിഷനും ഒന്നും കിട്ടില്ല. എന്നാൽ അടുത്ത് വരുന്ന ബോട്ടിൽ നമ്മളാണല്ലോ ഫസ്റ്റ് കയറുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഇഷ്ടമുള്ള സ്ഥലത്ത് കയറിയിരിക്കാം. അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ പോയ ക്യൂൻസ് വാക്ക് വേ ആണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ടവർ ഹോട്ടലിൻ്റെ അതേ സൈഡിലാണ് നമ്മൾ ഈ സിറ്റി ക്രൂയിസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഊബർ ബോട്ട്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഊബർ ബോട്ട്സ് സർവീസ് നടത്തുന്നുണ്ട് ആളുകളെയും കൊണ്ട്. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ ആ ക്രൂയിസർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേളിലാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ താഴെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ചെറിയൊരു സെറ്റപ്പൊക്കെ താഴെയുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഏകദേശം ഒരു 150 ആളുകൾ കയറി എന്ന് വിചാരിക്കുന്നു. എന്തായാലും മോൾ ഭാഗം ഫുള്ളായിരുന്നു. ഒരു സൈഡിൽ 4-5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെയാണ്, 4 പേർക്കൊക്കെ ഇരിക്കാൻ കാര്യമായിട്ട്. അപ്പം എന്തായാലും ബോട്ട് ഫുള്ളായിരുന്നു. ബോട്ടിലെ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗൈഡിനെ അവർ തന്നിട്ടുണ്ടായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് വളരെ എൻ്റർടൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു ഗൈഡ്. Now, the name of this boat is the City Maritime and Coast Guard Agency. On board this vessel, all life-saving equipment for every single person on board today. That's life rafts, life jackets and... അപ്പോൾ ഈ ഒരു കൊച്ചുമിടുക്കിയുടെ ഗൈഡൻസിലാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ബെൽഫാസ്റ്റ് ഏരിയ കണ്ടായിരുന്നു. ക്യൂൻസ് വാക്ക് വേയിലൂടെ പോയിട്ട്
ബെൽഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പം അന്നേരം ഞാൻ അവിടെ 2 യുദ്ധക്കപ്പലുകൾ കിടക്കുന്നുണ്ടെന്നും അത് കാണാൻ പറ്റുമെന്നും പാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ക്ലോസ് വ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവർ പറഞ്ഞ പ്രകാരം ഒരെണ്ണം കാനഡയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള അവിടുന്ന് വന്ന യുദ്ധക്കപ്പലും മറ്റൊരെണ്ണം ഇവിടുത്തെ UK ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ആ ഫസ്റ്റ് വണ്ണിൽ ഒരു കാനഡയുടെ ഫ്ലാഗും രണ്ടാമത്തേനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു UK ഫ്ലാഗും കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ആർച്ച് പോലത്തെ ഒരു ബിൽഡിങ്ങിൽ ഒരു ബോട്ട് കിടപ്പുണ്ട്, ഒരു പഴയ കാലത്തെ ഒരു ബോട്ട്. അപ്പം അത് ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലോസപ്പായിട്ട് ഞാൻ ഇപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ ബിൽഡിങ്സും ഒക്കെ ആ കുട്ടി നല്ല വൃത്തിയായിട്ട് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തെ പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് ഹോസ്പിറ്റൽ. അപ്പോൾ അവൾ പറഞ്ഞത് വെച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആശുപത്രിയാണ് എന്ന് പറഞ്ഞ് കുറേ തമാശ രൂപേണയാണ് ആ ആശുപത്രിയെ പരിചയപ്പെടുത്തിയത്. പിന്നെ നമ്മൾ ഈ തേംസ് നദിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ കാണാം ഒരുപാട് ബ്രിഡ്ജും ഓരോ ബ്രിഡ്ജിനും ഓരോ കഥയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം നമ്മൾ പാസ് ചെയ്തത് ലണ്ടൻ ബ്രിഡ്ജാണ്. അതെ, ടവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജിൻ്റെ പേരാണ് ലണ്ടൻ ബ്രിഡ്ജ്. അപ്പം ഇതിൽ ഒരുപാട് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും വലിയ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഷിപ്പിൻ്റെ നിർമ്മിതി അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഷിപ്പ് ഉണ്ടാക്കുന്നൊരു ഏരിയ. വീണ്ടും നമ്മൾ അടുത്തത് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എത്തി. ഇതിൻ്റെ മുകളിലൂടെ ഒരു ലെവൽ ക്രോസിംഗ് ആണ് പോകുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേര് കാനോൺ സ്ട്രീറ്റ് ബ്രിഡ്ജ് എന്നാട്ടോ. അപ്പോൾ ആ ഒരു സ്തൂപം കാണുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ, അതതിൻ്റെ 2 സൈഡിലും ഉണ്ട്. അത് വെച്ച് നമുക്ക് ഈ ബ്രിഡ്ജ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ട്രെയിനാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ വീണ്ടും ഒരു ആർച്ച് പോലത്തെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്, അതാണ് സൗത്ത് ആർക്ക് ബ്രിഡ്ജ്. അപ്പോൾ അത് ഈ സൗത്ത് ആർക്ക് എന്ന് പറഞ്ഞ സ്ഥലവും തേംസ് നദിയുടെ കുറുകയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലം. അപ്പോൾ അത് ഒരെണ്ണം. ഇതിങ്ങനെ ആർച്ച് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു പണികൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ പോകുമ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നും കേട്ടോ. ഭയങ്കര ഒരുപാട് പഴക്കമുള്ളതാണ്, നല്ല സ്ട്രോങ് ആണ്, ഒരുപാട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവരിങ്ങനെ ഓരോ ബിൽഡിങ്സിനെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദൂരെ ഒരു ബ്രൗൺ കളറിൽ കാണുന്നില്ലേ, അതാണ് ഷേക്സ്പിയർ ഗ്ലോബ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ പേര് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ഷേക്സ്പിയറിൻ്റെ കഥകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു തിയേറ്റർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അടുത്തത് വീണ്ടും ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്, വളരെ നേർത്തത്. ഇത് ഹാരി പോട്ടറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മിക്കവാറും ഈ ബ്രിഡ്ജ് കണ്ടു പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേര് മില്ലേനിയം ബ്രിഡ്ജ് എന്നാട്ടോ. ഇത് പെഡസ്ട്രിയൻസിന്, അതായത് കാൽനടക്കാർക്ക് വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് നമുക്ക് ഹാരി പോട്ടർ സിനിമയിൽ കണ്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവരൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ എണീക്കുന്നു, വീഡിയോ എടുക്കുന്നു. ആ കണ്ടത് ലണ്ടൻ കോളേജാണ്. വീണ്ടും നമ്മൾ വലിയൊരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വരാം. അതിൻ്റെ മുകളിൽ പരന്നിരിക്കുന്നുണ്ടല്ലേ, അതൊരു സോളാർ പാനൽസ് ആട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്രിഡ്ജിന് കുറുകെ ഇത്ര അധികം സോളാർ പാനൽസ് വെച്ചിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഭയങ്കരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലാക്ക് ഫ്രയർ ബ്രിഡ്ജോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. വീണ്ടും അതിൻ്റെ മുട്ടിൽ തന്നെ വീണ്ടും ഒരു ബ്രിഡ്ജ് കൂടെ ഉണ്ട്. ഒരുപാട് കഥകൾ വാതൊരാതെ പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് നമ്മൾ കുറച്ച് ടയേർഡുമായി. കാരണം 11-12 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് കയറുന്നത്, അല്ലെങ്കിൽ ഈ ക്രൂയിസിലേക്ക് കയറിയത്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചിന് ടൈമായി. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ക്ഷീണമായി തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ദൂരെ നമ്മളിങ്ങനെ കാണിച്ചു തരുന്നത് ലണ്ടൻ ലയണിനെ പറ്റിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് അതത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല വീഡിയോയിൽ. എന്നാലും ആ മതിൽ പോലെയുള്ള ആ എഡ്ജസിലൊക്കെ നമുക്ക് ഓരോ സിംഹത്തിൻ്റെ തലകൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിംഹത്തിൻ്റെ വായിൽ ഒരു റിങ് പോലെ കാണിക്കുന്നത്, അതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഫ്ലഡിങ്ങിൻ്റെ മാർക്കാണ്. ആ ലെവലിൻ്റെ മുകളിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ലണ്ടൻ നഗരം ഫ്ലഡിൽ അകപ്പെടും എന്നുള്ളതാണ്.
അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് നോക്കുന്നതും ഒക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് അത് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്തൂപം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരി അവതരിപ്പിച്ചിട്ടോ. അപ്പോൾ അവിടെ 2 ബ്ലാക്ക് ക്യാറ്റ്സും ഒരു സ്തൂപമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ അതങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. വീണ്ടും ഒരു പാലം വരുന്നുണ്ട്. അവിടുത്തെ അതിലൂടെ നടക്കുന്ന ആൾക്കാരെ കൈ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവർ ബോട്ടിൽ ഹോൺ അടിക്കും, അപ്പം നമ്മൾ കൈ പൊക്കി കാണിക്കണം. തിരിച്ച് അവർ റിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കുറച്ച് ആളുകളാണ് റിപ്ലൈ ചെയ്തത്. മറിച്ച് അടുത്ത പാലത്തിൽ വീണ്ടും നമ്മൾ റീട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ആ കലാപരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കേട്ട് പരിചയമുള്ളതും കണ്ട് പരിചയമുള്ളതുമായ ലണ്ടൻ ഐ ആണ് ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്നത്. അതെ, ലണ്ടൻ ഐ എന്ന് പറയുന്ന ആ ഒരു മഹാത്ഭുതം ദാ കണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് നമുക്ക് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെല്ലാം, കയറാം, പാസ് ഉണ്ട്. അപ്പോൾ ഈ ലണ്ടൻ നഗരം മൊത്തം അതിൽ നിന്ന് കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബോട്ട് യാത്ര അവസാനിക്കാറായി. നമ്മളൊരു ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കൊക്കെ എത്തി എന്ന് പറയാം. അരമണിക്കൂറായിരുന്നു നീണ്ടു നിന്ന ആ യാത്രയുടെ അവസാന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഒരു വലിയ പള്ളി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. നമ്മളവിടെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് നമുക്ക് എന്താ പറയുക, മാഗ്നറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ജേർണൽസൊക്കെ കിട്ടുന്ന കടകളും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കുറേ റൈഡിന് ഇവിടെ എന്താ പറയുക, കുതിരവണ്ടി പോലെയൊക്കെ, സൈക്കിളാണ് ആക്ച്വലി. സൈക്കിളിന് ഫുള്ള് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അടിപൊളിയാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോവാം. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബസ് കിട്ടി. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി. ബസ്സിൻ്റെ മേളിലിരിക്കാം, താഴെ ഇരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ താഴെ ഇരിക്കാം. ബസ്സിൻ്റെ മേളിൽ തന്നെ 2 സൗകര്യങ്ങളുണ്ട്. റൂഫിന് കീഴിൽ വേണമെങ്കിൽ ഇരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് വേണമെങ്കിലും പോകാം. നമുക്ക് ഇഷ്ടമുള്ളപ്പം ഈ ബസ്സിലെ യാത്രയെ അവസാനിപ്പിച്ച് അവിടെ ഇറങ്ങാം. അപ്പോൾ ഈ ബസ്സുകൾക്ക് പ്രത്യേക സ്റ്റോപ്പാട്ടോ, ഹിപ്പ് ഹോപ്പ് ബസ് എന്ന് അതിനെ പറയാം. നമ്മൾ കയറിയ ബസ്സിൻ്റെ പേര് ഹിൽ ടോപ്പ് എന്നാണ് കേട്ടോ. ഹിപ്പ് ഹോപ്പ് ബസ് എന്നും ഹിൽ ടോപ്പ് എന്നൊക്കെയാണ് പേരുകൾ. അപ്പോൾ നമ്മുടെ ബസ് ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കുക. അതായത് ടൂർ ബസ്സിന് പ്രത്യേകം സ്റ്റോപ്പാണ്. നമ്മുടെ സെയിം കമ്പനിയുടെ ബസ്സിൽ കയറുക. നമുക്കൊരു ടിക്കറ്റ് ആദ്യം തന്നിട്ടുണ്ട്. സാധാ ബസ്സിലൊക്കെ നമ്മൾ കാണിക്കുന്ന പോലെ ടിക്കറ്റ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് കാണിക്കുമ്പോഴത്തേക്ക് അവർ ഒരു പർട്ടിക്കുലർ റൂട്ടിലൂടെയാണ് ബസ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ നിർത്തി കാണിച്ച് തന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ഓഡിയോ സെറ്റ് ഉണ്ട്. നമുക്കൊരു ഹെഡ്സെറ്റ് തരും, നമുക്കത് ചെവിയിൽ വെക്കാം. ഒരുപാട് ഭാഷകളിൽ അത് തർജ്ജമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻസിന് ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് കേൾക്കാം, പഞ്ചാബിയിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോ ബിൽഡിങ്ങിൻ്റെയും അടുത്തുനിന്ന് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ അതിനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് എത്തുമ്പോഴും അതിൻ്റെ പല വ്യൂസ് കിട്ടുന്നുണ്ട്. നമുക്കിനിയിപ്പം കാണുന്ന ഏതെങ്കിലും ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കയറി കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഇറങ്ങാം. നമുക്കത് കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബസ് കിട്ടും, അവിടുന്ന് കയറാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കവർ ഒരു എന്താ പറയുക, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ചാർട്ടൊക്കെ തരും. ഒരു മാപ്പ് ചെയ്തിട്ടുള്ള ചാർട്ട്. അതിൽ ഓരോ സ്റ്റോപ്പിൻ്റെ പേരും എത്ര സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളതും എവിടെയൊക്കെയാണ് ബസ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് ബക്കിംഗ്ഹാം പാലസ്, എലിസബത്ത് രാജകുമാരിയെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. പിന്നെ പഴയ സ്ട്രീറ്റ് വ്യൂ, അതായത് ഒരു കാലത്തൊക്കെ ഇംഗ്ലണ്ടിലെ സ്ട്രീറ്റ് വ്യൂസൊക്കെ, ചെറിയ തെരുവുകൾ, അവിടെ നടന്നിരുന്നത്, ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു, അങ്ങനെയുള്ളൊരു കാഴ്ചകളും കൂടെ നമുക്കിതിനിടയിൽ കൂടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും മെയിൻ കാഴ്ച ഈ ബക്കിംഗ്ഹാം പാലസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരുപാട് വ്യൂസും അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ കുറേ കാര്യങ്ങളും കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഏകദേശം 2 മണി വരെ നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഇനി ഒട്ടും നമുക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. പിള്ളേർ നല്ല ടയേർഡായി, ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അവർ സാധാരണ ഉച്ച സമയങ്ങളിലാണ് ഉറങ്ങാറ്. അപ്പോൾ അവർക്ക് ആ സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉറങ്ങണം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വന്നു കേട്ടോ. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ടാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകൾ. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തു അടുത്തൊരു അത്യാവശ്യം ആളുകൾ ഉള്ള ഒരു സ്ഥലം നോക്കി ഇറങ്ങി അവിടുന്ന് വല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കും കൂടെ പറ്റുന്ന ഭക്ഷണം കിട്ടുന്ന ഒരിടത്ത് വേണം ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ പിക്കാഡിലിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സ്ട്രീറ്റ് ഷോ കണ്ടു. അതായത് നമ്മൾ എന്ന് പറയാവോ എന്നറിയില്ല, ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള വീഡിയോസ് വ്ളോഗ്സൊക്കെ കാണുന്ന ഒരാളാട്ടോ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുടെ. അപ്പോൾ അങ്ങനെ എപ്പോഴും കാണുമ്പോൾ ഒരു എന്താ പറയുക ആകർഷണം തോന്നിയൊരു കാര്യമാണ് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഷോസ്. അവർ ആളുകളോട് പെരുമാറുന്ന രീതി അങ്ങനെയൊക്കെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ആളുകളുള്ളൊരു സ്ട്രീറ്റ് ആണെങ്കിലും ഈ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തെ ആരും നോക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു മിനിറ്റുകൾക്കുള്ളിൽ പുള്ളി ആളുകളെ കയ്യിലെടുക്കുകയും ആ എടുത്ത ആളുകൾ പുള്ളിയുടെ ചുറ്റും കൂടി നിൽക്കാനും തുടങ്ങി. പിന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്ക് ആൾക്കാരെ നന്നായി കയ്യിലെടുക്കാൻ അറിയാം. പുള്ളി പറഞ്ഞൊരു ലെവലിലേക്ക് ആളുകൾ നിൽക്കാനും കൈയടിക്കാനും കൂടെ പാടാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു സ്ട്രീറ്റ് ഷോ ഭയങ്കര വൈബായിട്ട് മാറി കേട്ടോ. പക്ഷെ നമുക്ക് സ്ട്രീറ്റ് ഷോ കണ്ടു നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അദ്ദേഹമാണെങ്കിൽ കുറച്ച് ലാഗ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വേറൊന്നുമല്ല, ആളുകൾ മാക്സിമം കൂടിക്കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യാം എന്നുള്ളതായിരിക്കും. അപ്പോൾ പുള്ളി അവിടെയുള്ള കുഞ്ഞു മക്കളെയൊക്കെ കയ്യിലെടുത്ത് ഡാൻസും പാട്ടും ജിംനാസ്റ്റിക്സും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൂടെ ആളുകൾ ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നല്ല ഭംഗിയുള്ള നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മളും അറിയാതെ അവിടെ നിന്നുപോയി പുള്ളി എന്താ കാണിക്കുന്നത് എന്നറിയാനായിട്ട്. അപ്പം നല്ല തിരക്കുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അതിനകത്ത് ഒത്ത നടുക്ക് വന്നിട്ടാണ് പുള്ളി വരാൻ പറയുന്നു, ആൾക്കാരോട് നീങ്ങി നിൽക്കാൻ പറയുന്നു, ആൾക്കാർക്കൊരു സ്പേസ് കൊടുക്കുന്നു, പിന്നെ ആ റൗണ്ടിന് ചുറ്റും വന്ന് നിൽക്കാൻ പറയുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഹാസ്യരൂപേണയാണ് എല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നു. പുള്ളി എല്ലാവരെ കൊണ്ടും കൈയടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പുള്ളി അത് പറയുമ്പോൾ പിള്ളേർ തൊട്ട് അറിയാതെ കൈയടിക്കുന്നുണ്ട് കേട്ടോ. അത്ര എന്താ പറയുക, ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളി പറയുന്നുണ്ട്, ഞാനൊരു പ്രൊഫഷണലാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു പ്രൊഫഷണലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുള്ളി എന്തൊക്കെയോ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ കുറേ കഴിഞ്ഞ് കൊച്ചു കുട്ടികാരെയൊക്കെ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേരെ വിളിച്ചായിരുന്നു, പക്ഷെ അവർ പേടിച്ചു പോയിട്ടോ, അവർ പോയില്ല. എന്നാൽ നല്ല ആക്റ്റീവായ കുറേ കുഞ്ഞുങ്ങൾ ഓടിച്ചാടി പുള്ളി വിളിക്കുമ്പോൾ ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു കേട്ടോ. പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പുള്ളി എന്താണ് ചെയ്യുന്നത് എന്നൊരു ആകാംക്ഷയായിരുന്നു നമ്മളെ അവിടെ പിടിച്ച് നിർത്തിയത്. പക്ഷേ അത് എന്താണ് എന്നുള്ളതൊരു പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് സമയം നമ്മളവിടെ നിന്നു കേട്ടോ. പുള്ളി ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിള്ളേരെ വിളിക്കുന്നു, നിർത്തുന്നു, കളിക്കുന്നു. കണ്ടു, നമ്മുടെ പിള്ളേരെ വിളിച്ചു, അവരോട് പൊക്കോളാൻ പറഞ്ഞിട്ട് അവർക്ക് പേടിയായതുകൊണ്ട് അവർ പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ പരിപാടികളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവിടെ കൂടി നിൽക്കുന്ന കാണികളൊക്കെ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, പുള്ളി എല്ലാവരെയും പിടിച്ചൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അടുപ്പിച്ച് നിർത്തി അതൊരു സർക്കിളാക്കി പരിപാടികൾ അവതരിപ്പിച്ചു. നമ്മളെന്തായാലും അവിടെ നിന്ന് നടന്ന് നീങ്ങി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടു. അപ്പോൾ നമ്മൾ എവിടെ ഭക്ഷണം കിട്ടും എന്നുള്ള അന്വേഷണത്തിനൊടുവിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയൊരു ഓപ്ഷനാണ് ചൈനീസ് ഫുഡ്. അങ്ങനെ നമ്മൾ ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഒരു പ്രത്യേകതരം ടേബിളൊക്കെ ആട്ടോ. അതായത് എല്ലാ ടേബിളിലും ഒരു ഗ്രില്ലിങ് ഓപ്ഷൻ ഉണ്ട്, ചൂടോടുകൂടി ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ ടേബിളൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ചറിയാം, ഒരു പ്രത്യേകതയുണ്ട്. കല്യാണ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗ്രില്ലൊക്കെ പറഞ്ഞു, ബീഫിൻ്റെയും പ്രോൺസിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ന്യൂഡിൽസ് പറഞ്ഞായിരുന്നു, ഒരു സ്പെഷ്യൽ റൈസ് വിത്ത് ബീഫ് ഗ്രേവി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചു, കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം നമ്മുടെ വിശപ്പൊക്കെ മാറി. പിള്ളേരുടെയും വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ആരെയും നിർബന്ധിക്കേണ്ടി വന്നില്ല. പക്ഷെ നമ്മൾ നടന്ന് നീങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ
ചൈന മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഈ ചൈന മാർക്കറ്റിൽ വന്നിരുന്നെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായേനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചു, എന്നാൽ ചുമ്മാ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചൈന മാർക്കറ്റ് കാണാനായിട്ട് പോയിട്ടോ. ഓൾറെഡി എന്താ പറയുക, ചൈനയും ചൈനക്കാരെയും ഒക്കെ ഇഷ്ടമുള്ള നമുക്ക് ഈ മാർക്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. അവർ ഭക്ഷണം കൊണ്ട് നിറച്ചേക്കാണ്. അപ്പോൾ അവരുടെ ഒരു ഓതൻറ്റിക് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് മിക്കവാറും എല്ലാ സ്റ്റോൾസിലും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുണ്ട്. ഹോട്ടൽ പോലെ നമുക്ക് അകത്ത് കയറിയിരുന്ന് കഴിക്കാം. അതല്ല ചെറിയ സ്ട്രീറ്റ് ഫുഡ് പോലെയുള്ളതുണ്ട്. അതല്ലാണ്ട് ഇതുപോലെയൊക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ പേര് വെച്ചിട്ട് ബുഫേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര സാധനങ്ങൾ ഒരു ബോക്സിന് 5 പൗണ്ട്, ഒരു ബോക്സിന് 8 പൗണ്ട്, അങ്ങനെ പല കണക്കാണ്. അപ്പോൾ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സൈസിലെ ബോക്സ് എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ഏത് ഫുഡ് വേണമെങ്കിലും അത് നിറയുവോളം നമുക്ക് വയ്ക്കാം, കൊണ്ടുപോകാം. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നമ്മൾ പാഴ്സലാക്കി കേട്ടോ. കാരണം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 5 പൗണ്ടിൻ്റെ 2 ബോക്സൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്തായാലും ഞങ്ങളുടെ ട്രെയിനൊക്കെ കുറച്ച് മിസ്സിങ്ങൊക്കെ ആയിരുന്നു. അതുകൊണ്ട് 3-4 ട്രെയിനൊക്കെ മാറി കയറി വന്നിട്ട് വേണമായിരുന്നു നമുക്കിവിടെ എത്താനായിട്ട്. എന്നാലും യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ പുറത്ത് നല്ല വെളിച്ചമൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ രാത്രി 10:30 ആയിട്ടാട്ടോ വീട്ടിലെത്തിയത്. ഇവിടെ ഏകദേശം ഒരു 10 മണി കഴിയുമ്പോഴും നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വോൾവറാംപ്ടണിലെത്തി. അവിടെ നിന്ന് ഒരു ഊബർ എടുത്തു. കാരണം നമ്മൾ വണ്ടിയും കൊണ്ടല്ല പോയത്. വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഊബർ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. വളരെ മനോഹരമായ ഒരു ലണ്ടൻ യാത്ര അങ്ങനെ അവസാനിപ്പിച്ചു. ഒത്തിരി ഓർമ്മകളും ഒത്തിരി സന്തോഷമൊക്കെയുള്ള നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് അങ്ങനെ എടുത്ത് പറയത്തക്ക ഒന്നുമില്ലെങ്കിലും ഉള്ളതൊക്കെ ഞങ്ങൾ കണ്ടതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ മുൻപിലെത്തി. അപ്പോൾ നമ്മുടെ വീടാണ് ആ കാണുന്നത്. നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇനി നന്നായിട്ടൊന്ന് ഫ്രഷായി നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങണം. കാരണം നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബായ്.